ലിബിയൻ ഏകാധിപതിയായിരുന്ന മുഅമ്മർ ഗദാഫിയുടെ മകൻ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഗദാഫിയുടെ രണ്ടാമത്തെ മകനും രാഷ്ട്രീയ പിൻഗാമിയുമായ സെയ്ഫ് അൽ ഇസ്ലാം വെടിയേറ്റ് കൊല്ലപ്പെട്ടെന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവും അഭിഭാഷകനും സ്ഥിരീകരിച്ചതായാണ് വിവരം. ലിബിയയിലെ സിൻഡാനിലുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറിയ മുഖംമൂടി ധരിച്ച 4 പേർ സെയ്ഫ് അൽ ഗദാഫിക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് അഭിഭാഷകൻ വ്യക്തമാക്കി. വീട്ടിലെ സുരക്ഷാ ക്യാമറകൾ നശിപ്പിച്ച ശേഷമായിരുന്നു ആക്രമണം. പിതാവിന്റെ മരണത്തിന് പിന്നാലെ സെയ്ഫ് അൽ ഇസ്ലാം ഏറെക്കാലം ഒളിവിൽ കഴിയുകയായിരുന്നു. 2011 നവംബറിൽ സഹാറ മരുഭൂമിയിൽ വെച്ച് പിടിക്കപ്പെട്ട അദ്ദേഹം വർഷങ്ങളോളം സായുധ സംഘങ്ങളുടെ തടവിലായിരുന്നു. പിന്നീട് മോചിതനായ അദ്ദേഹം 2021 ലിബിയയിൽ നടക്കാനിരുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുകൊണ്ട് സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരാൻ ശ്രമിച്ചിരുന്നു. ലിബിയയിൽ ഗദാഫി കുടുംബത്തിന്റെ രാഷ്ട്രീയ അധികാരം തിരിച്ചുപിടിക്കാനുള്ള സെയ്ഫിന്റെ ശ്രമങ്ങൾക്കിടെയാണ് ഈ മരണം. ലിബിയൻ ഏകാധിപതിയായിരുന്ന മുഅമ്മർ ഗദാഫിയുടെ മകനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഗദാഫിയുടെ രണ്ടാമത്തെ മകനും രാഷ്ട്രീയ പിൻഗാമിയുമായ സെയ്ഫ് അൽ ഇസ്ലാമാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവും അഭിഭാഷകനും സ്ഥിരീകരിച്ചിരിക്കുന്നത്. ലിബിയയിലെ സിൻഡാനിലുള്ള വീട്ടിൽ അതിക്രമിച്ച് കയറിയ മുഖംമൂടി ധരിച്ച 4 പേർ സെയ്ഫ് അൽ ഗദാഫിക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു എന്നതാണ് അഭിഭാഷകൻ വ്യക്തമാക്കുന്നത്. വീട്ടിലെ സുരക്ഷാ ക്യാമറകൾ നശിപ്പിച്ച ശേഷമാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പിതാവിന്റെ മരണത്തിന് പിന്നാലെ സെയ്ഫ് അൽ ഇസ്ലാം ഏറെക്കാലം ഒളിവിൽ കഴിയുകയായിരുന്നു. 2011 നവംബറിൽ സഹാറ മരുഭൂമിയിൽ വെച്ച് പിടിക്കപ്പെട്ട അദ്ദേഹം വർഷങ്ങളോളം സായുധ സംഘടനകളുടെ തടവിലായിരുന്നു. പിന്നീട് മോചിതനായ അദ്ദേഹം 2021 ലിബിയയിൽ നടക്കാനിരുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുകൊണ്ട് സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരാൻ ശ്രമിച്ചിരുന്നു. ലിബിയയിൽ ഗദാഫി കുടുംബത്തിന്റെ രാഷ്ട്രീയ അധികാരം തിരിച്ചുപിടിക്കാനുള്ള സെയ്ഫിന്റെ ശ്രമങ്ങൾക്കിടയിലാണ് ഈ ഒരു മരണം.